ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു റെസിപ്പിയാണ് ഇട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതെൻ്റെ ഉമ്മ എനിക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചിരുന്ന റെസിപ്പിയാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇച്ചിരി വലിയ ഉള്ളി അരിഞ്ഞ് നോക്കണം കേട്ടോ ഗൈസ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, പൊടിയുപ്പ്, പിന്നെ പുളിയും വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഉള്ളിയിലേക്ക് ആദ്യം ഇച്ചിരി മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യട്ടോ ഗൈസ്. ഞാൻ ഇപ്പോൾ ഇത്തിരി ആഡ് ചെയ്യത്തുള്ളൂ, കുറച്ച് അധികം ആഡ് ചെയ്യത്തുള്ളൂ. നമുക്ക് ഇച്ചിരി പൊടിയുപ്പ് ആഡ് ചെയ്യാം. ഇതും ആവശ്യത്തിന് തന്നെ മതി. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ചൊരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. ഇത്രയും പുളിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതിട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഗായ്സ്. അപ്പം നമ്മളിതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ ഈ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. നമ്മുടെ വീട്ടിൽ ഈ കറികളൊന്നും ഇല്ലാത്ത ടൈമിൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ്. എൻ്റെ വീട്ടിൽ സ്ഥിരം ഇത് തന്നെ കറി ഇല്ലാത്തപ്പോൾ ചെയ്യല് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.